ഷുയി ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് അടുത്ത ദിവസം ഓഫീസിലെത്തിയത്. ഷിയാൻ്റെ കമ്പനിയെക്കുറിച്ച് അവൾ കണ്ടിന്യൂസ് ആയി ഒരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിൻ്റെ അടുത്ത എപ്പിസോഡിനുള്ള മെറ്റീരിയൽ റെഡിയായോ എന്ന് ചീഫ് മീറ്റിംഗിൽ വെച്ച് അവളോട് ചോദിക്കുന്നു. ഇല്ലെന്ന് ഷുയി മറുപടി നൽകിയപ്പോൾ യുലിങ് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഷിയാന് ഒരു മെയിൽ അയച്ച് നോക്കുന്നുണ്ട്. സോറി പറഞ്ഞുകൊണ്ട് വളരെ ഫോർമലായിട്ടുള്ള ഒരു മെയിലാണ് അവൾ അയച്ചത്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് കാരണം കമ്പനിയുമായുള്ള കോപ്പറേഷൻ അവസാനിപ്പിക്കരുത്. ഞാൻ ഈ പ്രൊജക്റ്റിൽ നിന്ന് മാറിക്കോളാം, കോപ്പറേഷൻ തുടരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ മെയിൽ അയച്ചത്. ഇപ്പോഴും തങ്ങൾക്കിടയിലെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാതെ ജോലിയെക്കുറിച്ച് മാത്രം പ്രാധാന്യം നൽകി അവൾ മെയിൽ അയച്ചത് ഷിയാൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂട്ടുന്നു. അവൻ മെയിലിന് റിപ്ലൈ നൽകുന്നില്ല. ഷുയി ആകെ ആബ്സെന്റ് മൈൻഡഡ് ആണെന്നുള്ളത് യുലിങ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. മുമ്പ് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഷിയാൻ ഷുയെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നല്ലോ. ഇപ്പോൾ അവൾ ടാക്സി വിളിച്ച് പോകുന്നതും യുലിങ് കാണാനിടയാകുന്നു. ഈ പ്രൊജക്റ്റിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്നുള്ള വിവരം ഷുയി അടുത്ത ചീഫിനെ അറിയിക്കുന്നു. പക്ഷേ അവൾ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ചീഫ് അതിനെ എതിർക്കുന്നു. ഇനി ഞാൻ പിന്മാറിയാൽ മാത്രമേ ഷിയാൻ സഹകരിക്കുകയുള്ളൂ എന്നവൾ പറഞ്ഞപ്പോൾ അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ചീഫിന് മനസ്സിലാകുന്നു. എന്തായാലും കുറച്ചുകൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ചീഫ് നിർദ്ദേശിക്കുന്നു. ഷിയാന്റെ കമ്പനിയിലും ചില പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അവൻ അടുത്തിടെ 2 കമ്പനികളുമായി നടത്തിയ ഡീലിംഗ് തെറ്റായിപ്പോയി എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ട് അവനെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അങ്കിൾമാർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അച്ഛൻ അത് അംഗീകരിക്കുന്നില്ല. ഷിയാനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഞാൻ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് ഞാൻ തന്നെ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുമെന്ന് ഷിയാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഷിയാൻ തന്നെ കാണാൻ വരാൻ തയ്യാറാകാത്തതിനെക്കുറിച്ചും സ്പെഷ്യൽ റിപ്പോർട്ടിൻ്റെ കാര്യമാകെ പ്രോബ്ലം ആയിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഷുയി ഓഫീസിൽ വെച്ച് റുവായെ വിളിച്ച് പറയുന്നു. ഇതൊക്കെ യുലിങ് മറിഞ്ഞെന്ന് കേൾക്കാനിടയാകുന്നു. ഷുയി ഷിയാനുമായി ബ്രേക്കപ്പായി എന്നറിഞ്ഞപ്പോൾ യുലിങ്ങിന് ശരിക്കും സന്തോഷമാകുന്നു. പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറാൻ തന്നെയാണ് തൻ്റെ തീരുമാനം എന്ന് ഷുയി ചീഫിനെ അറിയിക്കുന്നു. ഷുയി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് യുലിങ് ചീഫിൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. പ്രൊജക്റ്റ് അവൾക്കാണ് ചീഫ് കൈമാറുന്നത്. ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ആകെ ഷോക്കാകുന്നു. ഷുയി ഇതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് എന്ന് അവൾക്ക് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് മാറി നിന്ന് ഷെന്നെ ഫോൺ വിളിച്ച് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. ഷിയാനുമായുള്ള ഷുയിയുടെ റിലേഷനിൽ എന്തോ സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടുന്നു. കാരണം അവർ തമ്മിൽ റിലേഷനിലായിരുന്നെന്ന് ഞാൻ ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയിരുന്നില്ലല്ലോ. ഷിയ ഇപ്പോൾ ക്ലാസ്സിന് വരാതെയായപ്പോൾ യുവിൻ അവളെ മിസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഷിയാൻ ഷുയുമായി റിലേഷനിലാണ് എന്ന് കരുതി യുലിങ് കുറേ കാലമായി ഷുയിയോട് നല്ല മര്യാദയായിട്ടായിരുന്നല്ലോ ഇടപെട്ടിരുന്നത്. ഇപ്പോൾ ബ്രേക്കപ്പായി എന്ന് കരുതി അവൾ പഴയതുപോലെ തനിനിറം കാണിച്ചു തുടങ്ങുന്നു. ഷുയി നൽകിയ പ്രൊജക്ട് ഡീറ്റെയിൽസ് ഒന്നിനും കൊള്ളില്ല, സ്വന്തമായി തന്നെ മെറ്റീരിയൽ കളക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഷുയിയുടെ മുന്നിൽ അഹങ്കാരത്തോടെ യുലിങ് കുറച്ച് ഷോക്ക് കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇന്റർവ്യൂവിനായി അവൾ ഷിയാൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിലും അവനവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ്റെ ഇന്റർവ്യൂ ഒരു തരത്തിലും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെയുള്ള ബാക്കി സ്റ്റാഫിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാൻ യുലിങ് തീരുമാനിക്കുന്നു. അവൾ ഷിയാനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഷുയുടെ മനസ്സിൽ നല്ല വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. അന്ന് വൈകിട്ട് അവൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇയാങ് അവളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവനെ ഒഴിവാക്കി വിടാൻ അവൾ മാക്സിമം ട്രൈ ചെയ്തതാണ്. അടുത്ത ഇന്റർവ്യൂവിനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് അവസാനം അവൻ അവളെ കൂടെ കൊണ്ടുപോകുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഷോപ്പിംഗ് മാളിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. ഷെന്നിനൊപ്പം അവിടെ എത്തിയ ഞാൻ അവരെ അവിടെ വെച്ച് കാണുന്നു. ഷിയാൻ കാരണം ഷുയി ഇപ്പോൾ നല്ല വിഷമത്തിലായതുകൊണ്ട് ഞാൻ ഇയാങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഷിയാൻ യുലിങ്ങിന് ഇന്റർവ്യൂ നൽകിയതിനെ പറ്റിയും അവൾ കുറ്റപ്പെടുത്തി പറയുന്നു. അപ്പോഴാണ് ഷിയാൻ യുലിങ്ങിനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്ന് ഷെൻ അവളോട് പറയുന്നത്. പിന്നെ യുലിങ് എന്നും രാവിലെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഞാനിന് മനസ്സിലാകുന്നില്ല. ഇൻസ്പിറേഷൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ഷുയി ഇയാങ്ങിനോട് ദേഷ്യപ്പെടും. എങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനവളെ ഒരു ബോക്സിംഗ് റിംഗിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബോക്സിംഗ് ചെയ്യാൻ അവളെ പഠിപ്പിക്കുന്നു. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ ഷുയി ഒന്ന് റിലാക്സ് ആക്കുന്നു. നിന്റെ മനസ്സിന്റെ വിഷമമൊക്കെ കുറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇൻസ്പിറേഷൻ തനിയെ കിട്ടിക്കോളും. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതുപോലെ റിലാക്സ് ആകാൻ ഒരു പഞ്ചിങ് ബാഗ് വേണമെന്ന് തോന്നിയാൽ ഞാൻ എപ്പോഴും റെഡിയാണ് എന്ന് ഇയാങ് പറയുന്നു. തന്നെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയാണ് അവനിതൊക്കെ ചെയ്തതെന്നറിഞ്ഞപ്പോൾ ഷുയി ഒന്ന് ടച്ച്ഡ് ആകുന്നുണ്ട്. അടുത്ത ദിവസം ഷിയാൻ ഓഫീസിലെത്തിയപ്പോഴും യുലിങ് അവിടെയുണ്ട്. വരരുത് എന്ന് എത്ര പറഞ്ഞിട്ടും പിന്നെയും വന്ന് ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ആക്കുകയാണ് എന്ന് ഷെൻ അവനെ അറിയിക്കുന്നു. ഇനി മേലിൽ ഇവിടേക്ക് വരരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാനും വേറെ ആരെയും ഇങ്ങോട്ടേക്ക് അയക്കേണ്ടെന്ന് കമ്പനിയിൽ വിളിച്ച് പറയാനും ഷിയാൻ അവന് ഓർഡർ നൽകുന്നു. ഷിയെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാത്തതിനാൽ ഷുയുമായി മീറ്റ് ചെയ്യുന്നു. ഷിയ ലോങ് ലീവിലാണ്. വീട്ടുകാർ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് ഷുയി അവനെ അറിയിക്കുന്നു. ഷിയാനെക്കുറിച്ച് ഷുയി തിരിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. അവർ തമ്മിൽ റിലേഷനിലാണോ എന്ന് ചോദിക്കുന്നു. റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ബ്രേക്കപ്പ് ആകുന്ന അവസ്ഥയിലായി എന്ന് പറഞ്ഞ് ഷുയി ഉണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഷിയാൻ്റെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജോലിയെപ്പറ്റി മാത്രം കെയർ ചെയ്യുന്ന രീതിയിൽ അവൾ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അവൻ ഇത്രയും ദേഷ്യത്തിലായതെന്ന് പറയുന്നു. ഷുയിയും ഇപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. തെറ്റിദ്ധരുത്താൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ പിരിഞ്ഞത്. ഷിയാൻ ഈ സമയം മുമ്പ് ഷുയിക്കൊപ്പം നടന്നു പോയിട്ടുള്ള ഒരു പാലത്തിലൂടെ അവളെക്കുറിച്ച് ചിന്തിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഷുയി സ്വന്തമായി തന്നെയാണ് അവൻ്റെ കമ്പനിയുമായുള്ള പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറിയെന്നറിയാൻ കഴിഞ്ഞു എന്ന് അസിസ്റ്റന്റ് വിളിച്ചറിയിച്ചത്. ഇതേ പാലത്തിൽ കൂടി തന്നെയാണ് യുവിനെ മീറ്റ് ചെയ്തിറങ്ങിയ ഷുയിയും വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ ഇപ്പോൾ മീറ്റ് ചെയ്യുമെന്ന്. പക്ഷെ ഒരിക്കലുമില്ല. എല്ലാ ഡ്രാമയിലെയും പോലെ മീറ്റ് ചെയ്യേണ്ട സ്ഥലമെത്തിയപ്പോൾ രണ്ടുപേരും തമ്മിൽ കാണാതെ 2 വഴിയിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ഷിയാൻ രാത്രി ഉറക്കമില്ലാതെ നിൽക്കുന്ന കണ്ട് ഷിയെ അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു.
നമ്മുടെ പുറകെ നടന്നിരുന്ന പെൺകുട്ടി പെട്ടെന്ന് മെസ്സേജ് അയക്കാതിരിക്കുകയും കോൺടാക്ട് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അവൻ സംശയിച്ച് ചോദിക്കുന്നു. ആർക്കായാലും കുറേ കാലം പുറകെ നടക്കുമ്പോഴും അടുക്കില്ലേ? എപ്പോഴും പെൺകുട്ടികൾ മാത്രം പുറകെ നടന്നാൽ മതിയോ? തിരിച്ച് ആണുങ്ങൾക്കും അതാകാമല്ലോ എന്നൊക്കെയാണ് ഷിയെ പറഞ്ഞത്. സ്വന്തം അനുഭവം വെച്ചാണ് അവൾ അങ്ങനെ പറഞ്ഞത്. റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കുമുള്ള സംശയങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കൺഫ്യൂഷൻ ആയതല്ലാതെ രണ്ടുപേർക്കും ഒന്നിനും വ്യക്തത കിട്ടുന്നില്ല. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അടുത്ത റാബിസ് വാക്സിൻ എടുക്കാനുള്ളത് നാളെയല്ലേ, ഞാൻ കൂടി ഹോസ്പിറ്റലിലേക്ക് വരാം എന്ന് പറഞ്ഞ് യു അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും ഷിയാനുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾക്കിടയിലെ റിലേഷൻ ഒന്നുമില്ലാതെ അവനെ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോഴാണ് അവൾ ആബ്സെൻ്റായ ക്ലാസ്സിലെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും മെസ്സേജ് അയച്ചത്. അതൊക്കെ നോക്കി പഠിച്ചോളാം, ഹോസ്പിറ്റലിലേക്ക് തനിച്ചു പോയിക്കോളാം, കൂടെ വരേണ്ട ആവശ്യമില്ല എന്നവൾ അവന് റിപ്ലൈ നൽകുന്നു. ഇപ്പോൾ യു ശരിക്കും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മെസ്സേജ് കണ്ടപ്പോൾ അവൻ ശരിക്കും നിരാശനാകുന്നുണ്ട്. യുലിങ്ങിന് ഇതുവരെ ഷിയാനെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവൻ നന്നായി സഹകരിക്കുന്നുണ്ട് എന്ന് ഷിയെ കേൾപ്പിക്കാൻ വേണ്ടി അവൾ ജൂനിയറോട് പറയുന്നു. ഷി അതൊക്കെ കേട്ട് മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്താണ് ഇയാങ് അവളെ വിളിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയിൽ തിരിച്ചെത്തി ബിസിനസ്സിലേക്ക് ഇറങ്ങിയ കുറെ ഫ്രണ്ട്സുമായി ഇന്റർവ്യൂ റെഡിയാക്കിയിട്ടുണ്ട് എന്നറിയുന്നത്. അങ്ങനെ അവൾ പോയി അവരുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഡിജിറ്റൽ മാഗസീനിൽ അത് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ വളരെ നന്നായിട്ടുണ്ട് എന്ന് യു പോസ്റ്റ് ചെയ്യുന്നു. ഷിയ ടോപ്പിക്കിന്റെ തുടക്കത്തിൽ വളരെ കുറച്ചേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഷീ അവളുടെ പേര് കൂടി അതിൽ ചേർത്തിരുന്നു. അത് കണ്ടപ്പോൾ ഷിയയ്ക്ക് നല്ല സന്തോഷമാകുന്നു. ഷിയെ പോലെ നല്ലൊരു ജേർണലിസ്റ്റ് ആകണമെന്ന ആഗ്രഹം അങ്ങനെ അവൾക്കുണ്ടാകുന്നു. ഇതുവരെ ലൈഫിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നല്ലോ അവൾ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വന്തമായി ഒരു ഗോൾ കണ്ടെത്തിയതോടെ അവൾ വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. യുവിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ ചെന്നത്. യുവിന് അവളെ കണ്ടപ്പോൾ സന്തോഷമാകുന്നുണ്ട്. കുറേ കാലമായി അവൾ ക്ലാസ്സിന് ചെല്ലുന്നില്ലെങ്കിലും അവളുടെ ഫ്രണ്ട് എപ്പോഴും അവൾക്ക് വേണ്ടി ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്കാണ് അവൾ ഇരുന്നത്. അവനിങ്ങനെ സീറ്റ് റിസർവ് ചെയ്തിരുന്നതിന് പകരമായി ഒരു മീലിന് ട്രീറ്റ് ചെയ്യാമെന്ന് ഷിയെ പറയുന്നുണ്ട്. മാത്രമല്ല കൈവശമുണ്ടായിരുന്ന ഒരു ഡ്രിങ്ക് അവൾ അവന് കൂടി ഷെയർ ചെയ്യുന്നു. ഇത് കണ്ട് യുവിന് അസൂയ തോന്നുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ച് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഷിയെ ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറേ ക്ലാസ് മിസ്സായതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. മുമ്പത്തെ ക്ലാസ്സുകളുടെ വീഡിയോ അയച്ചത് കേട്ട് നോക്ക്, എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് അവൻ പറയുന്നു. അവൾ ഓക്കെ പറഞ്ഞിട്ട് തിരികെ പോകാൻ തയ്യാറെടുക്കുന്നു. എനിക്കിപ്പോൾ ക്ലാസ് ഇല്ല, ഫ്രീ ആണ്, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് അവൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി അവൻ അങ്ങോട്ട് ചോദിക്കുന്നു. അവൾ സമ്മതിച്ച് കൂടെ ചെല്ലുന്നു. ഈ സമയത്താണ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റുഡൻറ്റ് യുവിനെ അവരുടെ ഒരു പ്രോഗ്രാം ക്ഷണിക്കാൻ വന്നത്. ഷിയെ കണ്ടപ്പോൾ യുവിൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിക്കുന്നു. യു അത് തിരുത്താൻ ശ്രമിക്കുന്നുമില്ല. ആ കുട്ടി പോയ ശേഷം ഷിയെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത്ര കാര്യമാക്കാനില്ല എന്ന് പറഞ്ഞവൻ നിസ്സാരമായി കളയുന്നു. മാത്രമല്ല മുമ്പ് ഒരു തവണ ഷിയെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം ചോദിച്ചപ്പോൾ ഡോർ കംപ്ലൈൻ്റ് ആണ് എന്നവൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ അത് ശരിയാക്കി എന്ന് പറഞ്ഞ് അവളെ ഇഷ്ടമാണ് എന്നൊരു സൂചന കൂടി നൽകിയിട്ടാണ് അവൻ മുന്നോട്ട് പോയത്. അവൾക്കത് മനസ്സിലാകുന്നുണ്ട്. ലിയാൻ ടെക്നോളജിയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ പറ്റി ഷിയാൻ പ്രൊഫസർ ലീയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹം അവിടെ എത്തി അവിടുത്തെ ലാബൊക്കെ കാണുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാബ് ഒരു യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് കാരണം ഇവർക്കൊപ്പം കൂടി സഹകരിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ യങ്ങിൻ്റെ കമ്പനിയുമായി ഉള്ള വഴക്ക് അവസാനിപ്പിച്ച് രണ്ടു കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ രണ്ടു കൂട്ടർക്കും അതുകൊണ്ട് നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതൊന്ന് ട്രൈ ചെയ്ത് കൂടെ എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അത് നല്ല ഐഡിയ ആണ് എന്ന് ഷിയാനും തോന്നുന്നുണ്ട്. പക്ഷേ ഷെന്നിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇയാങ് ഒരു ചാരിറ്റി ഡിന്നറിന് പോകാൻ ഷിയെ ക്ഷണിക്കുന്നു. വരുന്നില്ല എന്നവൾ റിപ്ലൈ നൽകാൻ തുടങ്ങിയപ്പോഴാണ് അതേ ഡിന്നറിന് ഷിയാൻ പോകാൻ സാധ്യതയുണ്ടെന്ന് യുലിങ് പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൾ കേട്ടത്. ഷിയാനെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്നോർത്ത് ഇയങ്ങിനൊപ്പം ചെല്ലാമെന്ന് അവൾ സമ്മതിക്കുന്നു. അങ്ങനെ ഇയാങ് പറഞ്ഞ സമയത്ത് തന്നെ അവൾ അവിടെ എത്തുന്നു. ഒരുമിച്ച് അകത്തേക്ക് പോകാൻ അവൻ കൈ കാണിക്കുന്നുണ്ടെങ്കിലും അവൾ അവൻ്റെ കയ്യിൽ പിടിക്കാതെ തനിച്ചകത്തേക്ക് പോകും. അവൾ പ്രതീക്ഷിച്ച് വന്നതുപോലെ അകത്ത് ഷിയാൻ ഉണ്ടായിരുന്നു. പരസ്പരം കണ്ടപ്പോൾ രണ്ടുപേരും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ഷിയാൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്ന ആക്ട്രസ് ബെയ്ലിൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ കണ്ടു നിൽക്കുന്ന ചിലർക്കൊക്കെ മുമ്പത്തെ അവരുടെ റിലേഷനെ പറ്റി അറിയാമായിരുന്നു. അവർ പറയുന്നത് ഷുയും ഇയാങ്ങും കേൾക്കുന്നുണ്ട്. ഷിയയും ഷിയാനെയും പറ്റി അറിയാവുന്നവരും അവിടെയുണ്ട്. അവർ പറയുന്നത് ബെയ്ലിങ്ങും കേൾക്കുന്നു. ഷീ മൂഡ് ഓഫ് ആകണ്ട എന്ന് കരുതി ഇയാങ് അവളെയും വിളിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോയെങ്കിലും അപ്പോഴും അവളുടെ ശ്രദ്ധ ഷിയാനിൽ തന്നെയാണ്. അത് മനസ്സിലായതോടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ഇത് കണ്ട് ഷിയാൻ അസ്വസ്ഥനാകുന്നുണ്ട്. പക്ഷേ ബെയ്ലിങ് നിൽക്കുന്നത് കൊണ്ട് അവൻ പുറകെ പോകുന്നില്ല. ഷീ നന്നായി വൈൻ കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ നല്ല ഫോമിലാകുന്നുണ്ട്. ഇയാങ് അവൾക്കൊപ്പം തന്നെയുണ്ട്. ഞാൻ നല്ലൊരു ബോയ് ഫ്രണ്ട് ആകില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ നീ എന്നെ പരിഗണിക്കാത്തതെന്നവൻ ചോദിക്കുന്നു. നീ നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഷിയാൻ മാത്രമേ ഉള്ളൂ, മറ്റാർക്കും അവിടെ സ്ഥാനമില്ല എന്ന് ഷുയി തീർത്ത് പറയുന്നു. അതേപോലെ തന്നെ ബെയ്ലിങ്ങും ഷിയാനുമായി വീണ്ടും റിലേഷനിലാവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അവൾ സോറി ഒക്കെ പറഞ്ഞ് അതിനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഷിയാനും നോ പറയുന്നു. ഷുയുമായി നീ ബ്രേക്കപ്പ് ആയല്ലോ, പിന്നെ എന്താണ് പ്രശ്നമെന്ന് ബെയ്ലിങ് ചോദിക്കുന്നു. അവളുമായി ബ്രേക്കപ്പ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഗേൾഫ്രണ്ട് അവൾ തന്നെയായിരിക്കും എന്നാണ് ഷിയാൻ മറുപടി നൽകിയത്. അതിനുശേഷം ഷിയ അന്വേഷിച്ചവൻ പോകുന്നുണ്ട്. അവളുടെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഇയാങ് അവിടെയുള്ളൊരു മരത്തിലേക്ക് കയറാൻ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഷീ കുറച്ച് താഴെയും അതിന് മുകളിലാണ് ഇയാങ്ങും. ഇത് കണ്ടുകൊണ്ടുവന്ന ഷിയാൻ ഷിയോട് താഴേക്ക് വരാൻ പറയുന്നു. നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്?
എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ പിണക്കം കാണിക്കുന്നു. അവനെ മൈൻഡ് ചെയ്യണ്ട, മുകളിലേക്ക് വരാൻ ഇയാങ്ങും അവളോട് പറയുന്നു. താഴെ ഇറങ്ങാൻ ഷിയാനും പറയുന്നുണ്ട്. ഞാൻ താഴോട്ട് വരില്ല, നീ ആരാ എന്നോട് പറയാൻ എന്നൊക്കെ ചോദിച്ച് ഷുയി എതിർത്ത് നിൽക്കുകയാണ്. അവൾ കാൽ വഴി താഴെ വീഴുമോ എന്ന് പേടിച്ച് ഷിയാൻ അവളെ നയത്തിൽ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ സ്നേഹത്തോടെ പറഞ്ഞാൽ ഞാൻ വരാം എന്നവൾ കൊഞ്ചലോടെ പറഞ്ഞപ്പോൾ അവൻ സ്നേഹത്തോടെ അവളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നു. അവൾ പോകാതിരിക്കാൻ ഇയാങ് അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ഷിയാൻ അങ്ങനെ വന്നപ്പോൾ ഷുയി ഒന്നും നോക്കാതെ അവൻ്റെ കയ്യിലേക്ക് ചാടി അവനെ കെട്ടിപ്പിടിക്കുന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നീ എന്നെ ബ്ലോക്ക് ചെയ്തില്ലേ, എന്നെ അവോയ്ഡ് ചെയ്തില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഷുയി അവൻ്റെ കഴുത്തിൽ നല്ലൊരു കടി കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. ഇയാങ്ങിന് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. അവളെ താഴെ നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. അവൾക്ക് വേണ്ടത് നിനക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാതെ പോയിക്കൂടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൾക്ക് വേണ്ടത് എന്താണെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിയും. ഇനി എനിക്കതിന് പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ അതിന് എന്തെങ്കിലും വഴി കണ്ടെത്തും. എന്തായാലും അവൾക്ക് വേണ്ടത് കൊടുക്കാൻ ഞാൻ മാത്രം മതി, മറ്റവരുടെ സഹായം ആവശ്യമില്ല എന്ന് അവന് മറുപടി നൽകിയിട്ട് ഷിയാൻ ഷുയെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവളെ കാറിൽ കൊണ്ടിരുത്തി അവൻ തൻ്റെ കോട്ട് ഊരി പുതപ്പിക്കുന്നു. ഷുയി ആ അവസ്ഥയിലും അവൻ്റെ പേര് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. നിന്നെ ഞാൻ വിടില്ല, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുമുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അവനും വല്ലാതെ ഫീൽ ചെയ്യുന്നു. അപ്പോഴാണ് അവൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് എല്ലാവർക്കും നിന്നെ കാണാം, പക്ഷേ എനിക്ക് മാത്രം കാണാൻ പറ്റില്ല, എനിക്കും നിന്നെ കാണണം എന്നൊക്കെ നല്ല വിഷമത്തോടെ പറഞ്ഞത്. എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഞാൻ അതിന് സമ്മതിക്കാം. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് ശരിക്കും ഫീലിങ്സ് തോന്നിയിട്ടുണ്ടോ എന്നവൻ ചോദിക്കുന്നു. പക്ഷേ അതിന് മറുപടി നൽകാതെ അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. അവളെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷമാണ് അവൻ പോയത്. അവൾ കടിച്ചതിൻ്റെ അടയാളം അവൻ്റെ കഴുത്തിൽ നന്നായി പതിഞ്ഞിരുന്നു. അവളുടെ നമ്പർ ബ്ലോക്കാക്കിയിരുന്നത് ഇപ്പോൾ അവൻ അൺബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഇയാങ്ങിൻ്റെ മെസ്സേജ് വന്നപ്പോഴാണ് ഷുയി ഉണർന്നത്. തലേ ദിവസം രാത്രി ഷിയാൻ്റെ കൂടെയാണ് വന്നത് എന്നൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഷിയാനാണ് വീട്ടിൽ കൊണ്ടാക്കിയത് എന്നൊരു തോന്നലുണ്ടായെങ്കിലും അതിന് യാതൊരു ചാൻസും ഇല്ല എന്നവൾ വിശ്വസിക്കുന്നു. അവൾ എന്തെങ്കിലും മെസ്സേജ് അയക്കുമെന്ന പ്രതീക്ഷയിൽ ഷിയാൻ അന്ന് പലതവണ ഫോണെടുത്ത് നോക്കിയിട്ട് നിരാശനാകുന്നു. ഇയാങ് അന്ന് ഷുയിക്ക് ഗിഫ്റ്റായി കുറച്ച് ഫ്രൂട്ട്സ് കൊറിയർ ചെയ്യുന്നു. ഷുയി അത് എല്ലാവർക്കുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇയാങ് ഇങ്ങനെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഞാൻ അപ്പോൾ തന്നെ ഷെന്നിന് മെസ്സേജ് അയക്കുന്നു. ഷിയാനുമായി ബ്രേക്കപ്പ് ആയപ്പോൾ അതിനേക്കാൾ മിടുക്കനായ ഒരുത്തൻ ഷുയിക്ക് പുറകെ നടക്കുന്നത് യുലിങ്ങിന് പിടിക്കുന്നില്ല. ഷുയി ആണുങ്ങളെ വശീകരിക്കാൻ മിടുക്കുകയാണ് എന്ന രീതിയിലാണ് അവൾ ഇതിനെ കണ്ടത്. അന്ന് തന്നെ ഇയാങ് ഒരു സ്കേറ്റിംഗ് ബോർഡും ഷുയിക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നു. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് ഷുയി അപ്പോൾ തന്നെ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഡിന്നറിന് പോയ ദിവസം എന്താണ് സംഭവിച്ചതെന്നും അവൾ ചോദിക്കുന്നുണ്ട്. സ്കേറ്റിംഗ് ബോർഡുമായി വീക്കെൻഡിൽ സിറ്റി സ്ക്വയറിൽ വരാമെങ്കിൽ പറയാം എന്നവൻ കണ്ടീഷൻ വെക്കുന്നു. ആ സമയത്ത് ചീഫ് അവളെ എന്തിനും വിളിക്കുന്നുണ്ട്. ഇയാങ് ഇങ്ങനെ അവൾക്ക് ഗിഫ്റ്റ് അയച്ചതൊക്കെ ഷെൻ പറഞ്ഞ് ഷിയാനും അറിയുന്നു. അവനാകെ അസ്വസ്ഥനാകുന്നുണ്ട്. ചീഫിൻ്റെ മുറിയിൽ നിന്ന് ഷുയി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചീഫ് യുലിങ്ങിനെയും വിളിപ്പിക്കുന്നു. ഷിയാൻ്റെ കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് വന്നതിന് ഒട്ടും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ചീഫ് അവളെ കുറേ വഴക്ക് പറയുന്നു. ഷുയി തന്നെക്കുറിച്ച് ചീഫിനോട് മോശമായി പറഞ്ഞു കൊടുത്തിട്ടാണ് ചീഫ് ഇങ്ങനെ വഴക്ക് പറഞ്ഞതെന്ന് പറഞ്ഞ് യുലിങ് പുറത്തിറങ്ങിയ ശേഷം ഷുയിയോട് വഴക്കുണ്ടാക്കുന്നു. മാത്രമല്ല ഷിയാനെയും ഇയങ്ങിനെയും ഒക്കെ അവൾ വശീകരിച്ചെടുത്തുകൊണ്ടാണ് അവർ അവൾക്ക് ഇൻ്റർവ്യൂ നൽകിയതെന്നും യുലിങ് പറയുന്നു. ഷുയി ദേഷ്യം വന്നിട്ട് തിരിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. യുലിങ് പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇതുവരെ ഷിയാൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ കലിപ്പിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ഷുയെ സമാധാനിപ്പിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.